Hi friends, welcome back to Ziyas recipes. അപ്പോൾ ഇവിടെ ട്രെൻഡ് ആയിട്ട് നിൽക്കുന്ന പിസ്താച്ചിയോ കേക്കിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ കേക്കിന്റെ മുകളിലെ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് എങ്ങനെ സ്പ്രെഡ് ചെയ്യാൻ പറ്റും എന്നതിനെ കുറിച്ചുള്ള ചെറിയ ടിപ്സും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ കംപ്ലീറ്റ്ലി കാണുക. കണ്ടതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ സംശയങ്ങൾ കമന്റ് ആയിട്ട് ചോദിക്കുക. അപ്പോൾ കേക്കിന് ആവശ്യമായിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഫസ്റ്റ് തന്നെ തരിച്ചു മാറ്റി വെക്കുക. അതിന് വേണ്ടി ഞാനിവിടെ ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുത്തത്. എന്നിട്ട് നന്നായിട്ടൊന്ന് തരിച്ചു മാറ്റി വെക്കാം. ഇങ്ങനെ ഒരു തവണ തരിച്ചതിന് ശേഷം ഇതുപോലെയുള്ള ഒരു ഫ്രോക്കോ അല്ലെങ്കിൽ വിസ്കോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. നെക്സ്റ്റ് വെറ്റ് ഇൻഗ്രീഡിയൻസ് ആണ്. ഞാനിവിടെ 4 എഗ്ഗിൻ്റെ വൈറ്റും യോക്കും സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി എഗ് വൈറ്റിലേക്ക് ഒരു പിഞ്ച് സാൾട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അത്യാവശ്യം ബീറ്റ് ചെയ്തിട്ട് നല്ല ഫ്ലഫി ആക്കി എടുക്കാം. അത്യാവശ്യം പതഞ്ഞ് പൊന്തിയതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് 1 കപ്പ് ഷുഗർ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ നന്നായിട്ട് പതഞ്ഞ് പൊന്തി വന്നിട്ടുണ്ട്. അതിനുശേഷം ഞാനിവിടെ 1/4 കപ്പ് ഷുഗർ എടുത്തിട്ട് നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ പൊടിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1 കപ്പ് പൗഡർഡ് ഷുഗറാണ് ഉണ്ടാവുക. ഇത് ഞാൻ കുറേശ്ശെ കേക്കിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. അത്യാവശ്യം നന്നായിട്ട് സ്റ്റിഫായിട്ട് ബീറ്റായി കിട്ടണം. അപ്പോൾ ഇവിടെ നന്നായിട്ട് സ്റ്റിഫായിട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള എഗ് യോക്ക് കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. എഗ് യോക്ക് ചേർത്ത് കൊടുക്കുമ്പം വളരെ സ്പീഡ് കുറച്ചിട്ട് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാൻ. മാത്രമല്ല ഇതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂണ് വാനില എസൻസും ചേർത്ത് കൊടുക്കണം. എങ്കിൽ മാത്രമേ എഗ്ഗിൻ്റെ ടേസ്റ്റും അതുപോലെ തന്നെ സ്മെല്ലും പോയി കിട്ടുള്ളൂ. ലോ സ്പീഡിലിട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. അതിനുശേഷം ഇതിലേക്ക് 1/4 കപ്പ് ഓയിൽ, വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കുകയാണ്. സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ലോ സ്പീഡിലിട്ടിട്ട് കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിവിടെ പിസ്തൻ്റെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ടൈഗറിൻ്റെ പിസ്ത എസൻസ് ആണ് എടുത്തിട്ടുള്ളത്. ഞാനിവിടെ 1/2 കപ്പ് നല്ല മിൽക്ക് എടുത്തിട്ടുണ്ട്. റൂം ടെമ്പറേച്ചറിലുള്ള നല്ല മിൽക്കാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് ഡ്രോപ്സ് പിസ്ത എസൻസ് ചേർത്ത് കൊടുക്കാം. നമുക്ക് കേക്കിലേക്ക് എത്രത്തോളം കളർ ആവശ്യമുണ്ടോ അത്രത്തോളം ചേർത്ത് കൊടുക്കാം. എന്നാലും ടേസ്റ്റ് അങ്ങ് മാറിപ്പോകും ചെയ്യരുത്. എന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വെക്കാം. ഇനി നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള എഗ്ഗിലേക്ക് കുറേശ്ശെ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുക. ഒപ്പം തന്നെ കുറേശ്ശെ മിൽക്കിൻ്റെ മിക്സും ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും ഇടവിട്ട് ചേർത്തിട്ട് നല്ലൊരു ബാറ്റർ ആക്കിയിട്ട് മാറ്റിയെടുക്കാം. പിന്നെ നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള എഗ് വൈറ്റ് ഒരുപാട് അങ്ങ് കുത്തി കലക്കി താന്നു പോകാത്ത രീതിയിൽ വേണം നമ്മൾ മിക്സ് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇവിടെ ബാറ്റർ നന്നായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മോൾഡിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് വെക്കാം. ഇത് ഞാനിവിടെ 2 kg മോൾഡിലാണ് 1 kg ബാറ്റർ ബേക്ക് ചെയ്തെടുക്കുന്നത്. സാധാരണ 1 kg ബാറ്റർ 7 ഇഞ്ചിൻ്റെ മോൾഡിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഇന്ന് ഞാൻ 10 ഇഞ്ചിൻ്റെ 2 kg മോൾഡിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. 7 ഇഞ്ചിൽ ബേക്ക് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് നല്ല ഹൈറ്റിലുള്ള കേക്ക് കിട്ടും. ഇതാകുമ്പോൾ നമുക്ക് ഒരുപാട് പീസസ് കട്ട് ചെയ്യാൻ കിട്ടും. കുറച്ച് വലിപ്പം ഉണ്ടാകും. അപ്പോൾ നമ്മൾ കസ്റ്റമേഴ്സിൻ്റെ ഒക്കെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് പാനിലാണോ വേണ്ടി വെച്ചാൽ ആ രീതിയിൽ ബേക്ക് ചെയ്ത് കൊടുക്കാം. എയർ ബബിൾസ് പോകുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ടാപ്പ് ചെയ്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത സോസ് പാനിൽ ലോ ഫ്ലെയിമിൽ 30 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക. അങ്ങനെ 30 മിനിറ്റിന് ശേഷം കേക്ക് ഇവിടെ നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ കേക്കിൻ്റെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് ബേക്കായിനോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ സ്റ്റിക്ക് ഒന്ന് നടുഭാഗത്തേക്ക് കുത്തി കൊടുക്കുക. അപ്പം കേക്കിൻ്റെ സ്റ്റിക്കിൽ ഒട്ടും തന്നെ ബാറ്റർ ഒട്ടി പിടിച്ചിട്ടില്ലെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി കേക്ക്സ് ഒക്കെ നന്നായിട്ട് ചൂടാറി വരട്ടെ. അതിന് ശേഷമാണ് നമ്മളിത് ബട്ടർ പേപ്പറൊക്കെ റിമൂവ് ചെയ്ത് മാറ്റുന്നത്. അപ്പോൾ അത്യാവശ്യം ചൂടാറിയിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് വെച്ചാൽ മതി. അതിനുശേഷം നമുക്ക് ബട്ടർ പേപ്പറൊക്കെ മാറ്റി കൊടുക്കാം.
അപ്പോൾ നല്ല സോഫ്റ്റും മോയിസ്റ്റും ആയിട്ടുള്ള പിസ്താച്ചോ കേക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി കേക്ക് നന്നായിട്ട് ചൂടാറി വരട്ടെ. ചൂടാറുന്ന സമയം കൊണ്ട് നമുക്ക് കേക്കിലേക്കുള്ള മറ്റുള്ള ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ കേക്ക് വെറ്റാക്കാനാണ് ഞാനിവിടെ മിൽക്ക് സിറപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിന് വേണ്ടി ഞാനിവിടെ 1/4 കപ്പ് മിൽക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല ചൂടുള്ള മിൽക്കാണ്. അതിലേക്ക് മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് മെൽറ്റായി കിട്ടും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി ഈ ചൂടുള്ള പാല് നന്നായിട്ട് തണുക്കണം. അതിന് അത്യാവശ്യം ചൂടാറിയതിനു ശേഷം നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. പിന്നെ ഈ പാലിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതിൽ കുറച്ച് പിസ്ത എസൻസ് മിക്സ് ചെയ്തിട്ട് വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ കേക്ക്സിൻ്റെ നടുവിലായിട്ട് കുറച്ച് ഫില്ലിങ്ങിന് ഞാൻ പിസ്ത ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി കേക്കൊക്കെ നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഞാനിവിടെ 3 ലെയറായിട്ട് കേക്ക് കട്ട് ചെയ്തെടുക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ വിപ്പിംഗ് ക്രീമും കുറച്ച് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷും ഞാൻ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. പിന്നെ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ലാസ്റ്റിൽ കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് കേക്ക് ഫ്രോസ്റ്റിംഗ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഫസ്റ്റായിട്ട് ടേൺ ടേബിളിൻ്റെ മുകളിലായിട്ട് കേക്ക് തെന്നി പോകാതാക്കാൻ വേണ്ടിയിട്ട് 1-2 സൈഡ്സിലായിട്ട് വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള മിൽക്ക് സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. മിൽക്ക് സിറപ്പ് കേക്ക്സിനെ നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്തെടുക്കണം. എങ്കിൽ മാത്രമേ കേക്ക്സിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. അതിനുശേഷം കേക്ക്സിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് എല്ലാ ഭാഗത്തും എത്തുന്നതിന് വേണ്ടി ഒരു സ്പാച്ചുല വെച്ചിട്ട് ഒന്ന് ലെവലാക്കി കൊടുക്കുകയാണ്. നമ്മൾ മുകൾ ഭാഗം ലെവലാക്കുന്ന കൂട്ടത്തിൽ തന്നെ ഇതുപോലെ സൈഡ് ഭാഗം ഒന്ന് ലെവലാക്കി കൊടുക്കണം. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്തിട്ടുള്ള പിസ്ത ക്രംസ് ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഞാൻ ഇതിന് കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഗുഡ് ഡേ ബിസ്ക്കറ്റ് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി ഇതിൻ്റെ മുകളിലായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷും ചേർത്ത് കൊടുക്കുകയാണ്. വൈറ്റ് ചോക്ലേറ്റ് ഗനാഷിൽ ഞാനൊരു 2-3 ഡ്രോപ്സ് പിസ്ത എസൻസ് ഒഴിച്ചു കൊടുത്തതാണ്. എന്നിട്ട് സെക്കൻഡ് ലെയറും വെച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷിന് പകരം വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ വൈറ്റ് ചോക്ലേറ്റ് ചിപ്സും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ഫില്ലിങ്സൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റി കൊടുക്കാം. കുറച്ച് ടേസ്റ്റിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് വേറെ വല്ലതും വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം. ഈ സെക്കൻഡ് ലെയറും നമ്മൾ സെയിം ഫസ്റ്റ് ലെയർ ചെയ്ത മെത്തേഡിലാണ് ചെയ്തെടുക്കുന്നത്. പിന്നെ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഓരോ ലെയേഴ്സും വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കുന്ന കൂട്ടത്തിൽ സ്പ്രെഡ് ചെയ്യുന്ന കൂട്ടത്തിൽ അതിൻ്റെ സൈഡ്സും ക്ലിയർ ആക്കി കൊടുക്കുക. എങ്കിൽ മാത്രം നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഐസിങ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് തന്നെ ക്രം കോട്ട് ചെയ്തെടുത്തിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചതിന് ശേഷമാണ് ഞാൻ സെക്കൻഡ് കോട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇവിടെ സെക്കൻഡ് കോട്ടും ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് സ്പ്രെഡ് ചെയ്യാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളത്. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു കോംബോ വൈറ്റ് ചോക്ലേറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ വാങ്ങിയിട്ടുള്ളത് 500 ഗ്രാമിൻ്റെ വൈറ്റ് ചോക്ലേറ്റിൻ്റെ ഒരു പാക്കാണ്. ഇനി ഈ ഒരു വൈറ്റ് ചോക്ലേറ്റ് ഇതുപോലത്തെ ചെറിയ പീസസ് ആണ് ഉണ്ടായിട്ട് ഓരോ ബാറ് പീസസ് ആണ്. അപ്പം മൊത്തത്തിൽ ഇത് ഒരു 10 പീസസ് ഉണ്ടായിരുന്നു. അപ്പോൾ 500 ഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പീസ് 50 ഗ്രാമാണ് വരുന്നത്. ഇന്നത്തെ ഈ ഒരു കേക്കിന് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് തയ്യാറാക്കാൻ ഞാൻ 2 പീസസ് എടുത്തിട്ടുണ്ട്. അതായത് ഒരു 100 ഗ്രാം വൈറ്റ് ചോക്ലേറ്റ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ചെറിയ പീസസ് ആക്കിയിട്ട് ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മെഷർമെൻറ്റ് നമുക്ക് മനസ്സിലാക്കി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. പിന്നെ വൈറ്റ് ചോക്ലേറ്റ് നമ്മൾ ഡബിൾ ബോയിലിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് പിരിഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊന്നും പിരിഞ്ഞു പോകാതെക്കാനുള്ള ചെറിയ ടിപ്പ് ഞാനിതിൽ പറയുന്നുണ്ട്. ഈ ഒരു വൈറ്റ് ചോക്ലേറ്റിലേക്ക്, അതായത് 100 ഗ്രാം വൈറ്റ് ചോക്ലേറ്റിലേക്ക് 1/4 കപ്പ് വിപ്പിംഗ് ക്രീമും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു പാനിലേക്ക് 1/4 കപ്പ് വിപ്പിംഗ് ക്രീമും 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ചേർത്തിട്ട്
ചെറിയ ലോ ഫ്ലെയിമിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഒരുപാട് അങ്ങ് തിളക്കരുത്, ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതി. അപ്പം വിപ്പിംഗ് ക്രീം ചൂടായതിന് ശേഷം ഈ വൈറ്റ് ചോക്ലേറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ആ ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് 2 മിനിറ്റ് ഇങ്ങനെ വെച്ചതിന് ശേഷം വൈറ്റ് ചോക്ലേറ്റ് തന്നാലെ ഒന്ന് മെൽറ്റായി പോകും. അങ്ങനെ മെൽറ്റായതിന് ശേഷം ജസ്റ്റ് നമ്മളിതുപോലെ സ്പാച്ചുല വെച്ചിട്ട് മിക്സാക്കി കൊടുക്കാം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് കിട്ടും. ഇനി ഞാൻ ഇതിലേക്ക് പിസ്താച്ചിയോ കളർ ചേർത്ത് കൊടുക്കുകയാണ്. നമ്മളെ കേക്ക് പിസ്താച്ചിയോ കേക്ക് ആണല്ലോ, അതുകൊണ്ട് തന്നെ ഒരു പിസ്ത ഫ്ലേവറിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പിസ്തൻ്റെ എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് നമ്മൾ കേക്കിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ടാവണം. അതുപോലെ തന്നെ വൈറ്റ് ചോക്ലേറ്റും ചെറിയൊരു ചൂടുണ്ടായാൽ മതി, ഒരുപാട് അങ്ങോട്ട് ചൂടിൽ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ചൂടോടെ പാർന്നു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ സ്പ്രെഡ് ചെയ്തിട്ടുള്ള വിപ്പിംഗ് ക്രീം ഒന്നാകെ ഒലിച്ചങ്ങോട്ട് ഇറങ്ങും. അപ്പോൾ നമ്മൾ ചൂടാറിയതിന് ശേഷം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ വൈറ്റ് ചോക്ലേറ്റ് കേക്ക്സിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്യുമ്പോൾ നമ്മൾ പെട്ടെന്ന് പണി തീർക്കണം. ഓൾറെഡി കേക്കൊക്കെ നന്നായിട്ട് തണുത്ത് സെറ്റായിട്ടാണ്. അപ്പോൾ വൈറ്റ് ചോക്ലേറ്റ് പെട്ടെന്ന് തന്നെ അവിടെ സെറ്റായി കിട്ടും. അപ്പോൾ അതങ്ങനെ സെറ്റ് ആവുന്നതിൻ്റെ മുമ്പ് തന്നെ വേഗം തന്നെ വൈറ്റ് ചോക്ലേറ്റ് സ്പ്രെഡ് ചെയ്യുന്നതിന് ശേഷം ഒരു സ്പാച്ചുല അല്ലെങ്കിൽ ഐസിങ് നൈഫ് വെച്ചിട്ട് നന്നായിട്ട് എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഐസിങ് നൈഫ് നമ്മൾ വെച്ച് സ്പ്രെഡ് ചെയ്യുമ്പോൾ ഒരുപാട് അങ്ങോട്ട് അമർത്തരുത്, വളരെ സ്മൂത്തായിട്ട് വേണം നമ്മൾ എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ. പിന്നെ ഈ ഒരു വൈറ്റ് ചോക്ലേറ്റ് ഈ ഒരു കേക്കിന് കറക്റ്റ് മെഷർമെൻ്റാണ്. ഈ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷിൻ്റെ കാര്യം കേട്ടോ പറയുന്നത്. സൈഡ്സിലും മുകൾ ഭാഗത്തേക്കും പെട്ടെന്ന് ചെയ്ത് കൊടുക്കുക. എന്ന് വെച്ചിട്ട് നമ്മൾ ഹറിബറി ആയിട്ട് ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ പെർഫെക്ഷൻസ് കംപ്ലീറ്റ് പോകാതെക്കാനും വേണ്ടിയിട്ട് ശ്രദ്ധിക്കും വേണം. പിന്നെ സൈഡുകളും ഇതുപോലെ തന്നെ ഐസിങ് നൈഫ് വെച്ചിട്ട് ഒന്ന് ലെവലാക്കി കൊടുക്കുക. പിന്നെ താഴെ ഒലിച്ചിറങ്ങിയിട്ടുള്ള വൈറ്റ് ചോക്ലേറ്റ് നമുക്ക് വേണമെങ്കിൽ ഒരു സ്പൂണ് വെച്ചിട്ട് അല്ലെങ്കിൽ ഈ ഒരു ഐസിങ് നൈഫ് വെച്ചിട്ട് തന്നെ സൈഡ്സിലൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ ഇപ്പോൾ കേക്ക്സിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ഭാഗത്തും വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് സ്പ്രെഡ് ആയിട്ടുണ്ട്. ഇനി ഒന്ന് 2-3 മിനിറ്റ് ഇത് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റ് ആവട്ടെ. അതിനുശേഷം ഇതിൻ്റെ സൈഡ് ഭാഗത്തൊക്കെ ആയിട്ട് ഇതുപോലെ കുറച്ച് ഫ്ലവർ വരച്ചെടുക്കാം. പിന്നെ ഡെക്കറേഷൻസ് നമ്മൾ ഐഡിയാസിനനുസരിച്ചൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. അപ്പം ഞാനിവിടെ കംപ്ലീറ്റ്ലി താഴെ ചെറിയൊരു ബോർഡർ കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മുകൾ ഭാഗത്ത് നെയിംസും അതുപോലെ തന്നെ ടോപ്പറായിട്ട് എന്തെങ്കിലും കൊടുക്കണമെങ്കിലൊക്കെ ചെയ്തെടുക്കാം. അപ്പോൾ ഇന്നത്തെ ഒരു പിസ്താച്ചിയോ കേക്കിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. മാത്രമല്ല നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ്. നമ്മൾ പിസ്താത്തിൻ്റെ വെള്ളം പോലും ഇഷ്ടമില്ലാത്തവർക്ക് വരെ ഈ ഒരു കേക്ക് നല്ലൊരു ടേസ്റ്റ് തന്നെ ആയിരിക്കും. മാത്രമല്ല നമ്മളിതൊരു 5-6 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റായതിന് ശേഷം മാത്രം കട്ട് ചെയ്ത് കഴിക്കുക. എങ്കിൽ മാത്രമേ കേക്ക്സിനൊക്കെ നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.